ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ അമേരിക്കയിലും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ ഇന്നും വീണ്ടും ടെക്നോളജി സ്റ്റോക്കുകൾ താഴെയാണ്. അതേസമയം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ അലുമിനിയം, ബ്രന്റ്, ക്രൂഡ് ഓയിൽ ഈ രണ്ട് കമോഡിറ്റികളാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം 5 ഇയർ ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $100.5 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കാര്യത്തിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $5116 പെർ ഔൺസിനാണ്. സിൽവർ $84.5 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദുബായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അലുമിനിയം എക്സ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക, യൂറോപ്യൻ കൺട്രികളൊക്കെ അലുമിനിയം കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് UAEയിൽ നിന്നാണ്. UAEയിലുള്ള പ്രൊഡക്ഷൻ ഡിസ്റപ്ഷൻ തീർച്ചയായിട്ടും അലുമിനിയം പ്രൈസിൽ വലിയ രീതിയിലുള്ള പ്രീമിയമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അലുമിനിയത്തിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ സംഘർഷം തന്നെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും വലിയ രീതിയിലുള്ള വർധനവിന് ഇടയാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഈ സംഘർഷം വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ വീണ്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം ഇറാനിലെ പുതിയ സുപ്രീം ലീഡർ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ എക്സ്പോർട്ട് ഇമ്പോർട്ട്സ് ഷിപ്പിംഗ് ഒക്കെ നടത്താമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ ദൃശ്യമായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ട് ഇപ്പോഴും ഇറാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളൊക്കെ തൊടുത്തു വിടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്നവരെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ LPG റിലേറ്റഡ് ഇഷ്യൂസ് തന്നെയാണ് മാർക്കറ്റിൽ വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ കുറവ് സ്റ്റോക്കാണ് LPGയിലുള്ളൂ എന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് തന്നെ LPG സിലിണ്ടേഴ്സ്, കമേഴ്സ്യൽ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടേഴ്സൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ മറ്റു ഹോട്ടൽസൊക്കെ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൽ ഒരു ഇളവ് വരുത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഓവറോൾ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഇന്ത്യനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ എല്ലാ പോഡ്കാസ്റ്റുകളിലും ഇത് സൂചിപ്പിച്ചിരുന്നത് തന്നെയാണ്. വീണ്ടും മിഡിൽ ഈസ്റ്റ് ഇഷ്യൂസ് വഷളാവുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഗ്യാസ് ഷോർട്ടേജൊക്കെ വരികയാണെങ്കിൽ ഓൾറെഡി ഇൻഡസ്ട്രീസ് പലതും ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ പ്രൈസസ് കൂടുക, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് വീണ്ടും കൂടുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും നമ്മുടെ എക്കണോമിയിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വേണം മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ട്. ധാരാളം കമ്പനികൾ പോസിറ്റീവായ ന്യൂസ് ഫ്ലോസ് ഒക്കെയുള്ള കമ്പനികളുണ്ട്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. ഇത്തരത്തിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ ബയോകോൺ, ആക്മേ, സ്മോളാർ, കൽപ്പത്തരു പ്രൊജക്ട്സ്, സെസ്ക് ഈ കമ്പനികളിലൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 10ാമത്തെ ദിവസമാണ് ഇന്നലെ അവർ സെല്ലിങ് നടത്തിയിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ നമ്മുടെ ഫണ്ടുകളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ മാർക്കറ്റ് വീണ്ടും താഴെ വരികയാണെങ്കിൽ ഒരു പക്ഷേ റീറ്റെയിൽ കോൺഫിഡൻസ് ഓൾറെഡി ഷെയ്ക്കൺ ആണ്. റീറ്റെയിൽ കോൺഫിഡൻസ് വീണ്ടും നെഗറ്റീവ് ആവുക
നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കണ്ടേക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി, സെൻസസ് ഇൻഡെക്സുകളൊക്കെ വീണ്ടും റീസെന്റ് ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ഈ സംഘർഷം, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷമൊക്കെ സെറ്റിലാവുമെന്ന തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻസിലാണ് ഗ്ലോബലി എല്ലാവരും ഇരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വീണ്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഇറാനും വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഇന്ന് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഇറാൻ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഫർദറായിട്ട് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ആ റീജിയനിലുള്ള, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ എണ്ണപ്പാടങ്ങളെയും അവർ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ട്രംപിന്റെ ഒരു വീരവാദം ഉണ്ടായിരുന്നു, ഇറാനിലെ പവർ മുഴുവൻ അവർ ഡിസ്ട്രക്ട് ചെയ്യും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ ട്രംപ് സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞിരുന്നു. പവർ സെക്ടറിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു ആക്രമണം വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ പവർ ജനറേറ്റിംഗ് കമ്പനികളെയും ആക്രമിക്കുന്നതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വളരെ പേടിപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്കിരിക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റിൽ വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ളൊരു സെന്റിമെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇറാൻ, ഇസ്രായേൽ, US ഇഷ്യൂ സെറ്റിലാവുന്ന വരെ. ഈ ഇഷ്യൂ സെറ്റിലായാൽ പോലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് സമയമെടുത്തേക്കാം ഒരു വലിയ റിക്കവറിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ലോ റിക്കവറിയാണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മാർക്കറ്റ് ഫർദർ ഫാളിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ മെറ്റൽസ് ആൻഡ് മിനറൽസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഒപ്പം ധാരാളം ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ സ്ലൈറ്റ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ എയർലൈൻ കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിനൊക്കെ സ്പേസ് സപ്ലൈ ചെയ്യുന്ന പല കമ്പനികളുണ്ട്. അതുപോലെ തന്നെ റീസൈക്ലിംഗ് രംഗത്തുള്ള കമ്പനികളുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് അറ്റ് എവരി ഫാളിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നന്നായിരിക്കും. ഒരാൾക്കും ഏറ്റവും ലോവർ ലെവലിലും വാങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർക്കും ഏറ്റവും ടോപ്പ് ലെവലിൽ വിൽക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കോമൺ സെൻസ് വെച്ചുള്ളൊരു ഡിസിഷൻ എടുക്കുക. അറ്റ് എവരി ഫാളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പല സ്റ്റോക്കുകളുടെ ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ LNT ഉണ്ട്, അതുപോലെ തന്നെ കൽപ്പത്തരു ഇന്റർനാഷണൽ ഉണ്ട്, ഒപ്പം എഞ്ചിനീയറിംഗ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റുകൾ പാർട്സൊക്കെ സപ്ലൈ ചെയ്യുന്ന സൺസേര എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ റീസൈക്ലിംഗ് രംഗത്തുള്ള ഗ്രാവിറ്റ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബൈയിങ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഗോൾഡിലും സിൽവറിലും വൊളാറ്റിലിറ്റി വീണ്ടും വന്നേക്കാം. അതേസമയം സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ വന്നതിന് ശേഷമാണ് ഗോൾഡിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്വേർഡ് മൊമെന്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറിച്ച് സെൻട്രൽ ബാങ്കുകൾ ഫെബ്രുവരി മാസത്ത് ഗോൾഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിലും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ വലിയ രീതിയിലുള്ള ഫാളൊന്നും തന്നെ ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ അവൈലബിൾ റിസർവിനെ സംബന്ധിച്ചുള്ള പല സ്റ്റേറ്റ്മെന്റുകളും പല സ്ഥലങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റയൊക്കെ പുറത്തു വിട്ടിരുന്നതാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കഷനൊക്കെ ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനിക്കുമ്പോൾ 54,770 ടണ്ണാണ് ഗോൾഡ് അവൈലബിൾ ആയിട്ട്, അതായത് പ്രൂവൻ റിസർവ് ആയിട്ടുണ്ടായിരുന്നിട്ടുള്ളത്. ഈ ഡിസംബർ കഴിയുമ്പോൾ, അതായത് 2025 ഡിസംബർ കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ 2024 ഡിസംബറിലത്തെ കാര്യമാണ്, 2025 ഡിസംബർ കഴിയുമ്പോൾ അറൗണ്ട് 51,000 ടൺ മാത്രമാണ് പ്രൂവൻ റിസർവ് ആയിട്ടുള്ളത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം. അമേരിക്കയിലെ ജിയോളജിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 61,000 ടൺ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഫിഗേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷങ്ങളിൽ വലിയ രീതിയിൽ ഗോൾഡ് മൈനിങ് കൂടുക, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഗോൾഡ് ഡിമാൻഡൊക്കെ വർദ്ധിക്കുകയാണെങ്കിൽ ഗോൾഡിലൊരു ഫോമൊക്കെ അടുത്ത വർഷങ്ങളിൽ ക്രിയേറ്റ് ചെയ്തേക്കാം. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിലൊക്കെ മുന്നേറിയേക്കാം. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് ബാഡ് ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. കാരണം
ഇറാൻ ഇസ്രായേൽ US സംഘർഷം ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കും സ്റ്റോക്ക് മാർക്കറ്റിനും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഫർദർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോടെ ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.